ഓ ആടുന്നു അല്ലടാ സത്യം. നീ ആ സെറ്റ് സാരി എടുത്തിട്ട് ആ കാറിൽ ചാരി നിൽക്കുന്ന ഫോട്ടോ എൻ്റെ കണ്ണെടുക്കാനേ തോന്നില്ല. പിന്നെ നീ തന്നെ അങ്ങനെയൊക്കെ പറയുള്ളൂ. അല്ല, സത്യമായിട്ടും ഞാനെന്തിനാ നിന്നോട് നോണ പറയണത്? ഞാൻ ആ ഫോട്ടോ ഒരുപാട് നോക്കി നിന്നിട്ടുണ്ട്. എന്തിനാ ഇത്ര നേരം നോക്കിയെന്നത്? ആ സൗന്ദര്യം ആര് കണ്ടാലും മയങ്ങും. എന്നിട്ട് ഇയാള് മയങ്ങിയോ? മയങ്ങാന് അതിന് ഇയാൾ നിന്നിട്ടില്ലല്ലോ. ഓ ഒന്ന് പോവാടുന്നു. നിന്ന് തരുമോ? ചിരിക്കാതെ കാര്യം പറയടോ. ഉണ്ടാവില്ല. അല്ലെങ്കിലും ഞാനൊരു ഭാഗ്യമില്ലാത്തവനാണ്. ഇതിലൊന്നും നമുക്ക് ഭാഗ്യമില്ല. ആര് പറഞ്ഞു ഭാഗ്യമില്ലാന്ന്? ഉണ്ടോ? അയ്യോ ഞാൻ പിന്നെ വിളിക്കട്ടോ, ഏട്ടൻ വന്നിട്ടുണ്ട്. നശിപ്പിച്ചു. ഇയാൾക്ക് വരാൻ കണ്ട സമയം. ഞാൻ പിന്നെ വിളിക്കേ. ഈ ദേഷ്യപ്പെടലട, ഞാൻ പിന്നെ വിളിക്കാം. പിന്നെ വിളിക്കും. നീ പറഞ്ഞ ഡ്രസ്സ്, നീ പറഞ്ഞ കളർ കിട്ടിയില്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എടുത്താ. ഓ ഇതാണ് ഞാൻ പറഞ്ഞ കളറ്. അതിനല്ലേ ഞാൻ ഫോട്ടോ അയച്ചത്. ഒരു കളർ സെൻസ് ഇല്ലാത്ത സാധനം. എനിക്ക് ബോധത്. നീ പറഞ്ഞ കളർ അവിടെ ഇല്ല. സാരല്ല, നമുക്ക് നാളെ പോയിരിക്കാം. എനിക്കറിയാൻ നോക്കാം, ഞാൻ വാങ്ങിക്കോണ്ട്. ആയിക്കോട്ടെ. ഇന്ന് റഷീദാക്കാന്റെ കടയിൽ നിന്ന് വാങ്ങിക്കോ. അവിടെ ആകുമ്പോ വിലക്കുറവുണ്ട്. ഞാൻ തിരിച്ചു വരും പൈസ കൊടുത്തോണ്ട്. ഒരു പഴഞ്ചൻ കട, വെറുതെ ഈ തുണിയായിട്ട് വന്നത്. എനിക്കറിയാം ഏത് കടയ്ക്കാ പോണ്ടത്. എല്ലാം നിന്റെ ഇഷ്ടം. ഞാൻ വന്നിട്ട് പോയാ മതിയോ? എന്തിനാ അവിടെ പോയി പിഷ്കത്തരം കാണിക്കാനോ? എനിക്കറിയാ പോവാ, ഞാൻ തനിയെ പോയിക്കോണ്ട്. ഓ നീ ഒരു പഴഞ്ച് കിട്ടിയോ എന്റെ തല്ലിൽ കടിച്ച് എനിക്കൊരു വിധി. നിനക്ക് മാത്രമേ എന്നെ മനസ്സിലാവുള്ളൂ. നിനക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. അതെന്താ? നിനക്ക് നിന്റെ പുന്നാരെ കിട്ടിയാലുണ്ടല്ലോ. കിട്ടുക ഒരു പഴഞ്ചൻ കിടക്കാണ തന്നെ വെറുപ്പാണ്. പിന്നെ നിനക്ക് ആരോടാണ് ഇഷ്ടം? അതൊക്കെ ഉണ്ട്. എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ ഇഷ്ടങ്ങളൊക്കെ അറിയുന്ന ഒരാളുണ്ട്. എന്തായാലും വരില്ലേ? എനിക്കറിയില്ല. അപ്പോ ഞാൻ പിന്നെ വിളിക്കട്ടെ. അയ്യോ ഏട്ടാ എന്ത് പറ്റി? ഏട്ടാ എഴുന്നേൽക്ക്. എന്താ പിന്നെ പറ്റിയത്? നിനക്ക് ഞാൻ ഒന്നും അല്ലാത്തതാണല്ലോടി. എന്തൊക്കെയാണ് പറയാ? ഒരുപാട് സ്നേഹിച്ചു, ഒരുപാട് വിശ്വസിച്ചു. അതിനെനിക്ക് കിട്ടിയ പ്രതിഫലം. ഓ ഏട്ടാ ഏട്ടാ തെറ്റിദ്ധരിച്ചതാണ്. ഏട്ടാ എന്തൊക്കെയാ പറയണത്? വാ നമുക്ക് ഹോസ്പിറ്റലിൽ. ഒരുപാട് നന്ദി. ഓ ഏട്ടാ ഇപ്പൊ ഇതൊന്നും പറയണ. ഏട്ടാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഭഗവാൻ എന്ത് പറ്റിയത്? അല്ല ശ്രദ്ധിച്ച്. നീ ആരെയും വിളിക്കണേ? ഏട്ടാ മരുന്ന് വാങ്ങിക്കണ്ടേ? എനിക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ടെന്ന്, അത് ട്രൈ ചെയ്യാണ്. നീ എന്നെ കൊണ്ട് കുടിയില്ലേ? ഏട്ടൻ എന്തൊക്കെയാ പറയണത്? ഏട്ടനിപ്പോ ഈ അവസ്ഥയില് ആവാൻ കാരണം
ഞാനല്ലേ, അല്ല ഞാൻ അനുഭവിക്കാൻ വേണ്ട. എനിക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ട്, അതൊന്ന് വിളിച്ചു നോക്കട്ടെ. നമ്മളിപ്പോ പോണത് നീ ഒരിക്കലും കാണാത്തൊരു സ്ഥലത്തേക്കാണ്. നീ എന്റെ കൽബാണ്. അല്ല, നിന്നെ കണ്ടുമുട്ടാൻ പറ്റിയത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം കേട്ടോ. ഓ, ഒരുപാട് നേരെ ആരെ ശല്യം. ഞാൻ നിർക്കാം കേട്ടോ. ഹലോ ഹലോ ഹലോ. ശരി. ഹലോ ഹലോ, നീ എവിടെ? ഞാൻ എത്ര നാളായി നിന്നെ വിളിക്കുന്നു. ഞാൻ വിളിക്കുമ്പോഴൊക്കെ നീ ബിസി ആണല്ലോ. അതോ, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. പറ, എന്തിനാ വിളിച്ചത്? എടാ, ഞാൻ വിളിച്ചത് നീ എനിക്ക് സഹായം ചെയ്യുമോ? ഹോസ്പിറ്റൽ ചെലവ് കാരണം കയ്യിൽ 5 പൈസ ഇല്ല. നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? എല്ലാവരും ചോദിച്ചു മടുത്തു. പൈസയോ? എന്റെ കയ്യിലോ? 10 പൈസ ഇല്ലാത്ത അവസ്ഥയിലാണ്. നീ പലപ്പോഴായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ വാങ്ങിയിട്ടുണ്ട്. അത് എനിക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും നീ തരാമെന്ന് പറഞ്ഞതല്ലേ. ഇപ്പം ഞാൻ പറ്റ കുടുങ്ങിയിട്ടുണ്ട്. നീ അത് എനിക്ക് എങ്ങനെയെങ്കിലും തരണം. ഞാൻ നിന്റെ നിന്ന് പൈസ വാങ്ങി? അതൊന്ന് ഓ, നിനക്കിപ്പോൾ അതൊന്നും ഓർമ്മയില്ലല്ലേ? എനിക്കിത് തന്നെ വേണം. എൻ്റെ ഏട്ടനെ പറ്റിച്ച് നിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് 10, 20 ഒരുപാട് തവണയായിട്ട് ഞാൻ നിനക്ക് തന്നിട്ടില്ലേ? ഇപ്പം അതൊന്നും നിനക്ക് ഓർമ്മയില്ലല്ലേ? ഓ, അതോ, നിന്നോട് ഞാൻ പറഞ്ഞു നിന്റെ കെട്ടിനെ പറ്റിച്ച് എനിക്ക് പൈസ തരാം. അത് നിന്റെ തെറ്റ്. പിന്നെ നീ എനിക്ക് പൈസ തന്നതിന് ഒരു തെളിവുമില്ല. ഇനി ഇതിലേക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ കുറച്ച് തിരക്കിലാണ്. ഓക്കെ, ശരി. അത് നീ എനിക്ക് ഹലോ ഹലോ. ഓ, ബൈ. നിനക്കിനി മതിയായില്ലേ? അങ്ങനെ പറയില്ല. കുറച്ച് പൈസ കിട്ടണ്ടേന്ന്, അതിന് വേണ്ടിയിട്ടാ ഞാൻ. കിട്ടിയില്ലല്ലേ? അതങ്ങനെ വരും. സ്വന്തം കാര്യം നേടാൻ വേണ്ടി അവനെപ്പോലെ ഓരോന്ന്, അവൻ്റെയൊക്കെ ചതിക്കുള്ളിൽ വീഴുന്ന നിന്നെപ്പോലെ ഒരുപാട് പാവം പെണ്ണ്. എനിക്ക് തെറ്റ് പറ്റിപ്പോയി. ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്തതിനൊക്കെ ഇന്ന് ഞാൻ അനുഭവിക്കുന്നുണ്ട്. നിന്റെ തെറ്റ് നിനക്ക് മനസ്സിലായപ്പോൾ ഞാൻ ഈ കോലത്തിലായി.